ക്ലാസ്സിൽ കെമിസ്ട്രിയിലെ നാളത്തെ എക്സാമിന് ഫുൾ മാർക്ക് വേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് മക്കളെ കാണുക, ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പൊ നോക്കിക്കേ, A+ലേക്ക് നിങ്ങളെ എത്തിക്കാൻ അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലെ, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ന്യൂട്രോണിന് എന്ത് ചാർജ് ആണ്? ന്യൂട്രോൺ നമുക്കറിയാം ചാർജ് ലെസ് ആണ് അല്ലെ, ചാർജ് ഇല്ലാത്ത ആളാണ് നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണോ? നമ്മുടെ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ചാർജ് ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഐസോടോപ്സ് ഓഫ് കാർബൺ. കാർബണിന്റെ 3 ഐസോടോപ്പുകൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ഈച്ച് ഓഫ് ദ എബോ ഐസോടോപ്സ്. മക്കളെ, ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ളവരാണ് നമ്മുടെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഐസോടോപ്പുകൾ എടുത്താൽ എല്ലാവരുടെയും അറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. അപ്പൊ ഐസോടോപ്പുകൾ എടുത്താൽ ആ ഐസോടോപ്പുകളിലൊക്കെ സെയിം ആയിട്ടുള്ളത് ആരാണ്? പ്രോട്ടോൺസിന്റെ എണ്ണം സെയിം അല്ലേ. അറ്റോമിക് നമ്പർ സെയിം ആണെങ്കിൽ നമുക്ക് പറയാം അവിടെയുള്ള പ്രോട്ടോൺസിന്റെ എണ്ണവും സെയിം ആണ്. സോ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ കാർബണിന്റെ കയ്യിൽ 6 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പൊ കാർബണിന്റെ ഏത് ഐസോടോപ്പ് എടുത്താലും അതിനുള്ളിൽ നമുക്ക് 6 പ്രോട്ടോണുകളെ കാണാനായിട്ട് സാധിക്കും. ഇനി വിച്ച് ഇസ് ദ പാർട്ടിക്കിൾ ദാറ്റ് ഡിഫർ ഇൻ ഐസോടോപ്പ്? ഐസോടോപ്പ് എടുത്താൽ ആരാണ് ഡിഫർ ചെയ്യുക? നോക്കിക്കേ, C612, C613, C614 ഇതൊക്കെയാണ് കാർബണിന്റെ ഐസോടോപ്പുകൾ. ഇവിടെ എല്ലാം ഇവരുടെ അറ്റോമിക് നമ്പർ സെയിം ആണ്, അതായത് പ്രോട്ടോൺസിന്റെ എണ്ണം സെയിം ആണ്. ഓക്കെ, ഇനി ആരാണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളത്? മാസ് നമ്പർ. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെ എണ്ണം കൂട്ടിയാൽ കിട്ടുന്നതാണ് മാസ് നമ്പർ. പ്രോട്ടോണിന്റെ എണ്ണം 3 ആൾക്കും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആരുടെ എണ്ണമാണ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്? ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പൊ ഐസോടോപ്പുകൾ എടുത്താൽ പ്രോട്ടോണുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒക്കെ ഈക്വൽ ആണ്, പക്ഷെ ന്യൂട്രോണുകളുടെ നമ്പറിലാണ് അവർക്ക് ഡിഫറൻസ് വരിക. അപ്പൊ ഐസോടോപ്പുകളിൽ ന്യൂട്രോൺസിന്റെ എണ്ണമാണ് മാറുന്നത്. റെഡി? ഇത് നോക്കിക്കേ, വിച്ച് ഐസോടോപ്പ് ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഏത് ഐസോടോപ്പിനെ നമ്മൾ ഉപയോഗിക്കുക? C614 അല്ലെ, കാർബൺ 14 എന്ന ഐസോടോപ്പിനോട് ഉപയോഗിക്കുക. മക്കളെ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ആൾക്കാർ തന്നിട്ട് അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് എലമെന്റ് ഷോസ് സെയിം വാലൻസി? ഇതിൽ ഏതെല്ലാം മൂലകങ്ങളാണ് ഒരേ സംയോജകത കാണിക്കുന്നത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ A എടുത്താൽ എങ്ങനെയാ വാലൻസി കണ്ടുപിടിക്കുക? വാലൻസി എന്ന് പറയുന്നത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ എത്ര ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെ. അതായത് അഷ്ടകം പൂർത്തിയാക്കാൻ ഒരാൾ എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ മേടിക്കും, അതാണ് സംയോജകത. ഇവിടെ നോക്കിക്കേ, എയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇനി ഒരു ഇലക്ട്രോണിനെ കൂടെ കൂട്ടിയാൽ 8 ആകും, ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാം. സോ A എന്താ ചെയ്യാ? ഒരു ഇലക്ട്രോണിനെ മേടിക്കും. അപ്പൊ Aയുടെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ഇനി B എടുത്താലോ? Bയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ Bക്ക് ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ 2 ഇലക്ട്രോൺസ് വേണം. സോ Bയുടെ വാലൻസി ഇവിടെ 2 ആണ്. ഇനി C നോക്കിക്കേ, Cയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ വിട്ടുകൊടുത്താൽ Cക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ നമ്മുടെ C 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനാണ് നോക്കുക. സോ Cയുടെ വാലൻസി ഇവിടെ എത്ര മക്കളെ? 2 ആണ്. ഇനി D എടുത്താലോ? Dയുടെ വാലൻസ് ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ അയാൾ 3 ഇലക്ട്രോൺസിനെ മേടിക്കും. അപ്പൊ ഇയാളുടെ വാലൻസി അഥവാ സംയോജകത എന്ന് പറയുന്നത് 3 ആണ്. ഇനി നിങ്ങൾ നോക്കി പറഞ്ഞ ആരൊക്കെയാണ്? Bയും Cയും അല്ലെ. Bയും Cയുമാണ് ഒരേ വാലൻസി അല്ലെങ്കിൽ ഒരേ സംയോജകത കാണിക്കുന്നത്. ഇനി നോക്കിക്കേ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ C ആൻഡ് A. Cയും അതേപോലെ Aയും ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ Cയും Aയും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ പേര് എഴുതണം. മക്കളെ, ഇതേപോലെ കോമ്പൗണ്ടിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങളെ സിമ്പൽ എഴുതാം. ആദ്യം ഞാൻ സിമ്പൽ എഴുതി, Cയും Aയും എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 2 പേരുടെയും വാലൻസി അവരുടെ തലയ്ക്ക് മേലെ സിമ്പലിന്റെ മേലെ എഴുതി കൊടുക്കുക. Cയുടെ വാലൻസി എത്രയാ? 2. Aയുടെ വാലൻസി എത്രയാ? 1. ഇനി ഈ വാലൻസി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് Cയുടെ വാലൻസി Aക്കും കൊടുക്കണം, Aയുടെ വാലൻസി നമ്മൾ Cക്കും കൊടുക്കണം. അപ്പൊ എങ്ങനെയാ വരിക? C1A2 ശരിയല്ലേ? അല്ലെങ്കിൽ CA2. ഇതായിരിക്കും നമ്മുടെ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത്. മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ലാത്ത എന്റെ കുട്ടികൾക്ക് എക്സാമിന് വരാത്തതൊന്നും മിസ് നിങ്ങൾക്ക് ഇന്ന് തരില്ല അല്ലെ. നാളെ എക്സാം ആണ്. അപ്പൊ ഓർക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് ആൾക്കാരുടെ മഗ്നീഷ്യത്തിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ആരാണ് ഓക്സിഡൈസ്ഡ് ആയത് എന്നാ നോക്കട്ടെ. മക്കളെ, ഇവിടെ മഗ്നീഷ്യം എടുത്താൽ 2, 8, 2 ആണ് അല്ലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് മഗ്നീഷ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോൺ ആണ്.
ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ മഗ്നീഷ്യത്തിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാം, അഷ്ടകം പൂർത്തിയാക്കാം. അപ്പൊ നമ്മുടെ മഗ്നീഷ്യം എപ്പോഴും എന്താ ചെയ്യാ? മഗ്നീഷ്യം എപ്പോഴും 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. മക്കളെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജാ വരിക. മഗ്നീഷ്യം ഇവിടെ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ മഗ്നീഷ്യത്തിന് 2 പോസിറ്റീവ് ചാർജ് വരും. ശരിയല്ലേ? ഇനി നമുക്കറിയാലേ ഓക്സിഡേഷൻ, ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ അതിനെ ഓക്സിഡേഷൻ എന്നാ വിളിക്കുക. അപ്പൊ നോക്കിക്കേ, ഇവിടെ മഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടത്, അപ്പൊ മഗ്നീഷ്യത്തിനാണ് ഇവിടെ ഓക്സീകരണം, ഓക്സിഡേഷൻ സംഭവിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ ക്ലോറിനോ? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ 2, 8, 7 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ പറഞ്ഞിട്ടുള്ള ക്ലോറിന്റെ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്ലോറിൻ എന്താ ചെയ്യാ? ഒരു ഇലക്ട്രോണിനെ കൂടെ മേടിക്കും അല്ലെ? ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ അയാൾക്ക് അഷ്ടകം പൂർത്തിയാക്കാം, ഒക്ടറ്റ് പൂർത്തിയാക്കാം. അപ്പൊ നമ്മുടെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ മേടിക്കും. മക്കളെ ഇലക്ട്രോണിനെ മേടിച്ചാൽ നെഗറ്റീവ് ചാർജാ വരിക. അപ്പൊ ഒരു ഇലക്ട്രോണിനെ മേടിച്ചാൽ നമ്മുടെ ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ നമുക്കറിയാം ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? ഇലക്ട്രോൺസിനെ കിട്ടിയാൽ അത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ്. അപ്പൊ ഇവിടെ റെഡ്യൂസ്ഡ് ആയത് അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചത് നമ്മുടെ ക്ലോറിൻ ആണ് എന്ന് പറയാം. നോക്കിക്കേ, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ റിഡക്ഷൻ. നിരോക്സീകരണത്തിന്റെ സമവാക്യം എന്താ? നിരോക്സീകരണത്തിന്റെ സമവാക്യം അത് നമ്മളിവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞു. നമ്മുടെ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ മേടിച്ച് ക്ലോറൈഡ് അയൺ Cl- ആയിട്ട് മാറുന്നു. ഇതാണ് ഇവിടുത്തെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണത്തിന്റെ സമവാക്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ മെറ്റലോയിഡ്സ്? ഗീവ് 2 എക്സാമ്പിൾസ്. ഉപലോഹങ്ങൾ എന്നാൽ എന്താ? 2 ഉദാഹരണങ്ങൾ എഴുതുക. ആരാണ് മക്കളെ മെറ്റലോയിഡ്സ്? നമുക്കറിയാം മെറ്റൽസിന്റെയും അതേപോലെ തന്നെ നോൺ മെറ്റൽസിന്റെയും അല്ലെ, ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം ഒരേപോലെ കാണിക്കുന്നവരെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് വിളിക്കുക. ദ എലമെന്റ്സ് ദാറ്റ് എക്സിബിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അവരെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുക. ആരൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിലിക്കൺ പറയാം അല്ലെ, അതേപോലെ ആഴ്സനിക് പറയാം. പിന്നെ ആരൊക്കെ പറയാം? സിലിക്കൺ, ആഴ്സനിക്, ആന്റിമണി, പിന്നെ നമുക്ക് ടെലൂരിയം പറയാം അല്ലെ, ജെർമേനിയം പറയാം. ഇവരൊക്കെ ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡ്സ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമുക്ക് ഇതൊന്ന് പൂർത്തിയാക്കാം. ഇൻ എ സൊല്യൂഷൻ ഹാവിംഗ് pH value 7, the concentration of H+ ion is dash than that of OH- 8. അതായത് ഒരു ദ്രാവകത്തിന്റെ pH മൂലം 9 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ H+ അയണുകളുടെ ഗാഢത OH അയണുകളെക്കാൾ കൂടുതലാണോ കുറവാണോ എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മക്കളെ നമുക്കറിയാം അല്ലെ, pH 7 ആണെങ്കിൽ, ഒരു സൊല്യൂഷന്റെ pH 7 ആണെങ്കിൽ അവർ ന്യൂട്രൽ ആണ്. ആസിഡ് സ്വഭാവമില്ല, ബേസിന്റെ സ്വഭാവമില്ല. ഇനി നോക്കിക്കേ, pH എന്ന് പറയുന്നത് മോർ ദാൻ 7 ആണെങ്കിൽ, 7നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അതൊരു ആൽക്കലി ആണ്, ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആണ്. അപ്പൊ എന്താ ബേസുകൾ എന്ന് പറഞ്ഞാൽ അവിടെ OH- അയണിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലെ. ആൽക്കലിയിലേക്ക് വരുമ്പോ H+ന്റെ കോൺസെൻട്രേഷൻ, H+ന്റെ ഗാഢത കുറയും, OH- ഗാഢത കൂടും. അപ്പൊ pH 7 കൂടുതലാണെങ്കിൽ അതൊരു ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആണ് എന്ന് പറയാം. അവിടെ എന്താ സംഭവിക്കുക? അവിടെ OH- കോൺസെൻട്രേഷൻ എങ്ങനെയാ? H+നെക്കാട്ടിലും കൂടുതലായിരിക്കും. ശരിയല്ലേ? ഇനി pH 7നേക്കാൾ കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? അതൊരു ആസിഡ് ആണ് എന്ന് പറയാം. അവിടെ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ, H+ അയോണുകളുടെ ഗാഢതയായിരിക്കും കൂടുതൽ. ഇനി നോക്കിക്കേ, pH വാല്യൂ 9 ആണെങ്കിൽ അവിടെ H+ന്റെ അയോണിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? OH-നെക്കാട്ടിലും കുറവായിരിക്കും. ശരിയല്ലേ? H+നെക്കാട്ടിലും കുറവായി, OH- കുറവായിരിക്കും H+ന്റെ ഗാഢത. ഇനി നോക്കിക്കേ, ദ ബേസിസിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് അല്ലെ. നോക്കിക്കേ മക്കളെ, ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അയോണൈസ് ചെയ്യപ്പെടുമ്പോ അല്ലെ, അയോണൈസ് ആകുമ്പോഴത്തേക്കും എത്ര H+നെ വിട്ടുകൊടുക്കും, അതാണ് ബേസിസിറ്റി. ഇപ്പൊ നോക്കിക്കേ, HCl ആണെങ്കിൽ അയോണൈസ് ആയാൽ H+ഉം Cl- ആയിട്ട് മാറും. ഒരു H+നെ വിട്ടുകൊടുത്തു. സോ ഇതിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇതൊരു മോണോ ബേസിക് ആസിഡ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി സൾഫ്യൂരിക് ആസിഡ് H2SO4 എടുത്തു കഴിഞ്ഞാൽ അവര് 2 H+ അയോൺസിനെ റിലീസ് ചെയ്യും. സോ ഇവരുടെ ബേസിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഇതൊരു ഡൈ ബേസിക് ആസിഡ് ആണെന്ന് പറയാം. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി നോക്കിക്കേ, HNO3 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ഇതാരാ? നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഒരു മോണോ ബേസിക് ആണോ, ഡൈ ബേസിക് ആണോ, ട്രൈ ബേസിക് ആണോ എന്ന ചോദ്യം. മക്കളെ നോക്കിക്കേ, നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? HNO3 അല്ലെ. ഇവർ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു H+നെയും ഒരു NO3- അയോണിനെയാ കിട്ടുക. ഇവിടെ ഒരു H+ അല്ലേ റിലീസ് ആയത്. സോ ഇതിന്റെ ബേസിസിറ്റി 1 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു മോണോ ബേസിക് ആസിഡ് ആണ്, ഏക ബേസിക് ആസിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ എന്റെ കുട്ടികൾക്ക് മക്കളെ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത് മക്കളെ. നിങ്ങൾ ആരും മറക്കരുത്, വൈകിട്ട് കൃത്യം 7:30 ആകുമ്പോൾ
കൃത്യം 7:30 ആകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് വരിക. അവിടെ ഇതേപോലെ എക്സാമിന് വരുന്ന 100% ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്റെ കുട്ടികൾ ഒരാൾ പോലും ഇത് മിസ് ചെയ്യരുത്. നാളത്തെ കെമിസ്ട്രി എക്സാമിന് നമ്മൾ ഫുൾ മാർക്ക് മേടിക്കും. മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടിടാ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഒരു സൊല്യൂഷന്റെ pH എന്ന് പറയുന്നത് 3.6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈകിട്ട് കൃത്യം 7:30 കാണാം. ബൈ.